ഒരു സംശയം ചോദിച്ചിരിക്കുന്നത് ജ്യോതിഷത്തിൽ എല്ലാത്തിനും പരിഹാരമുണ്ടോയെന്നാണ്. അത് നമുക്ക് നോക്കാം. ജാതകഫലം പൂർവാർജിത കർമ്മത്തിൻ്റെ ഫലമാണെന്ന് സൂചിപ്പിച്ചിരുന്നു. അത് 3 വിധമായ കർമ്മമാണ്: ദൃഢകർമ്മം, അദൃഢകർമ്മം, ദൃഢകർമ്മം. അപ്പം ദൃഢമായ പാപകർമ്മത്തിന് പരിഹാരം ചെയ്തിട്ട് കാര്യമില്ല. ദൃഢമായ പാപകർമ്മം എന്ന് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തികൾ കൊണ്ടും അറിഞ്ഞു ചെയ്യുന്ന പാപങ്ങൾക്ക് പരിഹാരമില്ല, അത് അനുഭവിക്കുക തന്നെ വേണം. എന്ത് പരിഹാരം ചെയ്തിട്ടും കാര്യം ഇല്ല, അനുഭവിച്ച് അതിനെ മാറ്റുക എന്നുള്ളതാണ്. അദൃഢകർമ്മങ്ങൾക്ക് പരിഹാരം ചെയ്താൽ മാറിപ്പോവും. ദൃഢാദൃഢ കർമ്മങ്ങൾക്കും പരിഹാരം ചെയ്താൽ മാറിപ്പോവും. പക്ഷെ ദൃഢമായ കർമ്മമാണെന്ന് ജാതകത്തിൽ മനസ്സിലാക്കി, ദൃഢമായ കർമ്മം എങ്ങനെയാണെന്നുള്ളതൊക്കെ ജ്യോതിശാസ്ത്രത്തിൽ വളരെയധികം സൂചിപ്പിക്കുന്നുണ്ട്. അതെങ്ങനെ ചിന്തിക്കണം, എങ്ങനെ കണക്കാക്കണം എന്നൊക്കെ അത് മനസ്സിലാക്കിയിട്ട് വേണം പരിഹാരം നിർണ്ണയിക്കാൻ. മനസ്സിലായി? പരിഹാരം നിർണ്ണയിക്കുക, പരിഹാരം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ സത്വഗുണത്തെ അധികരിക്കാനുള്ള ശ്രമം നോക്കണം. സത്വഗുണങ്ങൾ കൂടുമ്പോഴേ പരിഹാര വിഷയങ്ങൾ ഫലിക്കുള്ളൂ. അപ്പോഴേ അതിനെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ യഥാർത്ഥത്തിലുള്ളത് കിട്ടണമെങ്കിൽ സത്വഗുണം ഉയർത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടത് സത്സംഗം വയ്ക്കുക, നല്ല ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുക, നാമജപങ്ങൾ ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന എന്താ? അന്ധകരണശുദ്ധി ഉണ്ടാവും. അന്ധകരണശുദ്ധി ഉണ്ടാവുമ്പോൾ ജാതകഫലത്തെ മനസ്സിലാക്കി, ദോഷം വിഷയമാണെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലാക്കി അതിനുള്ള പ്രായശ്ചിത്തങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അപ്പോൾ എല്ലാത്തിനും പരിഹാരമില്ല എന്ന് മനസ്സിലാക്കുക. പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ അതെന്ത് പരിഹാരമാണെന്ന് മനസ്സിലാക്കി അതെന്ത് വന്നതുകൊണ്ട് ഞാൻ ചെയ്യണമെന്ന് ആ പരിഹാരം ചെയ്യുന്ന ആൾ പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് വാങ്ങിയ ശേഷം പരിഹാരം ചെയ്താൽ ആ ചെയ്യുന്നതിന് പൂർണ്ണ ഫലം കിട്ടുന്നതാണ്.